ഓക്കെ ഗൈസ്, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഹി വാസും ഷീ വാസും വെച്ചിട്ടാണ്, പിന്നെ പേരും വെച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ നമുക്ക് നോക്കാം അതെങ്ങനെയൊക്കെയാ വരുന്നതെന്ന്. ഹി വാസ് എന്ന് പറഞ്ഞാൽ അവൻ, അദ്ദേഹം, അയാൾ. ഓക്കെ, ഹി വെച്ചിട്ട് വരുന്നത്. വാസ് ആയിരുന്നു എന്നാണ് വരുന്നത്. അപ്പൊ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു, അതായത് ഇംഗ്ലീഷിന്റെ റെസ്പെക്ട് ആയിട്ടൊന്നുമില്ല, നമ്മൾ എല്ലാത്തിനും ഒരുപോലെയാണ് വിളിക്കുന്നത്. യു എന്ന് വെച്ചിട്ടാണ് നമ്മൾ എല്ലാവരെയും സംബോധന ചെയ്യുന്നത്. അപ്പൊ മലയാളത്തിൽ വരുമ്പോഴത്തേക്കും അദ്ദേഹം, അയാൾ എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. ഓക്കെ, ഇനി അടുത്തത് ഷീ വാസ്. ഷീ വാസ് എന്ന് വെച്ചാൽ അവളായിരുന്നു. വാസ് ഹി, ഇവിടെ ചോദ്യചിഹ്നമാണ് വരുന്നത്. അവൻ ആയിരുന്നോ. വാസ് ഷീ, ഇത് ചോദ്യചിഹ്നം. അവളായിരുന്നോ, ഒരു ചോദ്യചിഹ്നം. ഓക്കെ, ഇനി അതിന്റെ സെന്റൻസ് നമുക്ക് നോക്കാം എങ്ങനെയാ വരുന്നതെന്ന്. ഹി വാസ് എ കോൺട്രാക്ടർ, അവൻ ഒരു കോൺട്രാക്ടർ ആയിരുന്നു. കേട്ടോ. ഇനി അടുത്തത് വാസ് ഹി എ കോൺട്രാക്ടർ, ഇവിടെ ചോദ്യചിഹ്നം വരും. അപ്പോ അദ്ദേഹം ഒരു കോൺട്രാക്ടർ ആയിരുന്നുവോ, ചോദ്യചിഹ്നമാണ് വരുന്നത്. പിന്നെ നമുക്ക് പേര് വെച്ചിട്ട് നോക്കാം. റഹ്മാൻ വാസ് എ മില്ലർ, റഹ്മാൻ ഒരു മില്ല് നടത്തിപ്പുകാരനായിരുന്നു, അങ്ങനെ വരും. കേട്ടോ. പിന്നെ അടുത്തത് വാസ് റഹ്മാനെ മില്ലർ, ഇത് ചോദ്യം രീതിയിൽ വരുന്നത്. അപ്പൊ അതെങ്ങനെ വരും? റഹ്മാൻ ഒരു മില്ല് നടത്തിപ്പുകാരനായിരുന്നുവോ എന്ന് വരും, അത് ചോദ്യചിഹ്നം വരുന്നു. ഓക്കെ, ഇനി അടുത്തത് ഗീത വാസ് എ ടീച്ചർ, ഗീത ഒരു അധ്യാപികയായിരുന്നു, അങ്ങനെ വരും. ഇനി അടുത്തത് ചോദ്യം വരുമ്പോ എങ്ങനെ വരും? വാസ് ഗീത എ ടീച്ചർ. ഓക്കെ, അപ്പൊ അവരെങ്ങനെ വരും? ഗീത ഒരു അധ്യാപികയായിരുന്നുവോ. ഓക്കെ, അപ്പൊ ഇത് ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കിയത്. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സോ അപ്പൊ അത്രയേ ഉള്ളൂ ഗൈസ്. നമുക്ക് എന്തായാലും അടുത്ത ക്ലാസ്സിൽ കാണാം. ബൈ ഗൈസ്.